അള്ളാഹുവിൻ്റെ വീടാണ് പള്ളികൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ വീടിന് കൊടുക്കേണ്ടുന്ന സംരക്ഷണവും പരിഗണനയും എത്രത്തോളമാണോ അതിനേക്കാളൊക്കെ പരിഗണനയും സംരക്ഷണവും കൊടുക്കേണ്ടുന്ന ഒരു ഭവനമാണ് അള്ളാഹുവിൻ്റെ ഭവനം. കാരണം അള്ളാഹുവിൻ്റെ ഭവനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിയോഗിച്ചത്, ഏൽപ്പിച്ചത് മനുഷ്യരെയാണ്. ആലോചിച്ചു നോക്കെ. അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് മലക്കുകളാണ്. മഴ പെയ്യിപ്പിക്കുന്നത് മലക്കുകളാണ്. ഇടിവെട്ടിക്കുന്നത്, വെയിൽ തരുന്നത്, കാറ്റുണ്ടാക്കുന്നത് എന്നു വേണ്ട ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല നടത്തിക്കുന്നത് മലക്കുകളെ കൊണ്ടാണ്. ദുനിയാവിലെ കാര്യങ്ങളും ഖബറിലെ കാര്യങ്ങളും ആഖിറത്തിലെ കാര്യങ്ങളും എല്ലാം മലക്കുകളെ കൊണ്ടാണ്. കാരണം അല്ലാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും മലക്കുകളെ കൊണ്ടാണ്. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അള്ളാഹു മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹിന്റെ പള്ളിയുടെ വിഷയം അത് മനുഷ്യനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, മലക്കുകളെയല്ല. മലക്കുകൾ ഇവിടെ സാന്നിധ്യമുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ആ വാതിൽക്കൽ ഉണ്ടാകും 2 മലക്കുകൾ. ആദ്യമായി വരുന്നവരുടെ പേരുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അത് അവർക്ക് അത്രയേ ഉള്ളൂ ജോലി. അത് ഖുതുബ തുടങ്ങുമ്പോൾ ആ പേര് എഴുതപ്പെട്ട ആ കിതാബ് അവർ മടക്കി വെച്ചിട്ട് അവരിവിടെ വന്നിരിക്കും. അവർക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പള്ളിയെ സംരക്ഷിക്കേണ്ട കടമ മലക്കുകൾക്കില്ല. ഈ പള്ളിയെ പരിപാലിക്കേണ്ട കടമ അത് മലക്കുകൾക്കില്ല. ഈ പള്ളിയെ വൃത്തിയാക്കേണ്ട കടമ അത് മലക്കുകൾക്കില്ല. ഈ പള്ളിക്ക് എന്ത് പോകൽ വന്നാലും അതിനെ സംരക്ഷിക്കേണ്ട കടമ പ്രിയപ്പെട്ടവരെ ഇവിടെയുള്ള മഹല്ല് നിവാസികളാണ്. ഇവിടെ നിസ്കരിക്കാൻ വരുന്നവരാണ്. ഈ ജമാഅത്തിന്റെ അംഗങ്ങളാണ്. ഇനി ജമാഅത്തിന്റെ അംഗമല്ല എങ്കിൽ പോലും ഈ പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന ഓരോ വിശ്വാസിക്കും കടമയാണ്, കടപ്പാടാണ് എന്റെ വീട്ടിലെ പള്ളിയെ സംരക്ഷിക്കുക എന്നുള്ളത്. അതിന് ജമാഅത്തല്ല എങ്കിൽ പോലും, എന്റെ മഹല്ലല്ല, എന്നെ അടക്കുന്നത് ഇവിടെയല്ല, അതുകൊണ്ട് എനിക്ക് ഈ പള്ളിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, എവിടെ അടക്കം ചെയ്യപ്പെടണമെന്നുള്ളത് നമ്മൾ മരണപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഗൾഫിലടക്കം ചെയ്യപ്പെടുന്നവരില്ലേ, മക്കയിലടക്കം ചെയ്യപ്പെടുന്നവരില്ലേ, മദീനയിലടക്കം ചെയ്യപ്പെടുന്നവരില്ലേ, വിദേശ രാജ്യങ്ങളിൽ അടക്കം ചെയ്യപ്പെടുന്നവരില്ലേ? നമ്മുടെ മഹല്ലതാണോ? അല്ലല്ലോ. ലണ്ടനിൽ അടക്കം ചെയ്യപ്പെടുന്നവരുണ്ട്, സൗദിയിലടക്കം ചെയ്യപ്പെടുന്നവരുണ്ട്, ദുബായിലടക്കം ചെയ്യപ്പെടുന്നവരുണ്ട്. യാദൃച്ഛികമായിട്ട് മാത്രമേ അവിടെയുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ, ഇല്ലെങ്കിൽ അവിടെയാണ് അടക്കം ചെയ്യുക. അതുകൊണ്ട് മരണപ്പെട്ടതിന് ശേഷം എവിടെയാണ് അടക്കം ചെയ്യപ്പെടുന്നത് എന്നുള്ള തീരുമാനം നമ്മൾ എപ്പോഴും വെക്കണ്ട. അത് പടച്ചവനായ തമ്പുരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ മണ്ണ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ പൊക്കിൾ കൊടിയിലുണ്ട്, നമ്മുടെ പൊക്കിളിലുണ്ട്. നമ്മൾ ജനിച്ച അന്ന് മുതൽ തന്നെ പടച്ചവനായ തമ്പുരാൻ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ എവിടെയാണ് അടക്കം ചെയ്യപ്പെടേണ്ടത് എന്ന് അല്ലാഹു തീരുമാനിക്കുകയും ആ മണ്ണിന്റെ ഖബറിന്റെ ഒരു അംശം, ആ മണ്ണിന്റെ അംശം പ്രിയപ്പെട്ടവരെ നമ്മുടെ പൊക്കിളിലുണ്ട് എന്ന് നബി റസൂലുള്ളാഹി. ആർക്ക് പറയാൻ പറ്റും നമ്മുടെ പൊക്കിളിലുള്ള മണ്ണിന്റെ അംശം അത് എലിക്കുന്ന മുകൾ ജമാഅത്തിൻ്റെതായിരിക്കുമെന്ന്, അത് ഓരോ ഗുണം ജമാഅത്തിൻ്റെതായിരിക്കുമെന്ന്? വേങ്ങേലോ അല്ലെങ്കിൽ മണവൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ആലക്കോടോ മണ്ണൂർ ഭാഗമോ വെഞ്ഞാറമൂടോ എവിടെയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? പറയാൻ പറ്റൂല. എവിടെയാണോ അവൻ അടക്കം ചെയ്യപ്പെടുക ആ മണ്ണിന്റെ ഖബറിന്റെ മണ്ണിന്റെ അംശം അവന്റെ പൊക്കിളിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ അടക്കം ചെയ്യുന്നത് എവിടെ, മാസവരെ അടയ്ക്കുന്നത് എവിടെ? അതുകൊണ്ട് അവിടെ മാത്രമേ ഞാൻ പോകുള്ളൂ, അവിടെ മാത്രമേ ഞാൻ പരിപാലനം നടത്തുള്ളൂ എന്നൊന്നുമില്ല. എല്ലാ പള്ളികളും അല്ലാഹുവിൻ്റെതാണ്. അതിനെ സംരക്ഷിക്കേണ്ട കടമ എന്റെ നിങ്ങളുടെ ബാധ്യതയാണ്. മഹല്ല് നിവാസികൾ മാത്രമല്ല, ഇമാം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒരു ചെറിയ ഒരു പ്രശ്നം വന്നാലും അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും. ഇവിടെ എനിക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം അൽ ഇമാമത്തു അമാനത്തുൻ എന്നാണ്. ഇമാമത്ത് എന്ന് പറഞ്ഞാൽ അമാനത്താണ്, ഉത്തരവാദിത്വമാണ്. വിശ്വസിച്ച് ഈ മഹല്ല് നിവാസികൾ എന്നിലേക്ക് ഏൽപ്പിച്ചതായ ദൗത്യം അത് കൃത്യമായി ഞാൻ നിർവഹിക്കണം. എന്നെ കൊണ്ട് കഴിയില്ല എങ്കിൽ എന്റെ നേതൃത്വത്തിൽ മറ്റൊരാളെ കൊണ്ടെങ്കിലും ഇവിടെയുള്ള ഇമാമത്ത്, അത് ഇമാമത്ത് എന്ന് മാത്രമല്ല, ഖുതുബ നിർവഹണം മാത്രമല്ല, പ്രസംഗം മാത്രമല്ല, ഒരു മരണ വീട്ടിൽ ദുആ ചെയ്യാൻ പോലും മാത്രമല്ല, മറിച്ച് ഇവിടെ ബാങ്ക് വിളിക്കുന്നത് പോലും ഈ ഇമാമിന്റെ നേതൃത്വമാണ്, ഇമാമിന്റെ ഉത്തരവാദിത്വമാണ്. ഇവിടെ ബാങ്ക് വിളിച്ചില്ല എങ്കിൽ അതിന് ഉത്തരവാദി ഇമാമാകുന്ന ഞാനാണ്. കാരണം
എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കലാണ്, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു തരലാണ്, ദീനിനെ കുറിച്ച് പറഞ്ഞു തരലാണ്. ഇതെന്റെ ഉത്തരവാദിത്വമാണ്. സത്യമായി ഒരാളുടെയും മുഖം നോക്കാതെ, ഒരാളുടെയും കയ്യടി വാങ്ങിക്കാനോ പ്രൗഢിക്ക് വേണ്ടിയോ പത്രാസിന് വേണ്ടിയോ ആകാതെ, പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവരെയും പണക്കാരെയും ഒരേപോലെ ഒരേ കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് ഈ മഹലിന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നേതൃത്വം നൽകുക എന്നുള്ള ഉത്തരവാദിത്വമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. അതേപോലെ ഉത്തരവാദിത്വം ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്, ഓരോ മഹൽ നിവാസികൾക്കുമുണ്ട്, ഓരോ ജമാഅത്ത് അംഗങ്ങൾക്കുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചില ക്വാളിഫിക്കേഷനുകൾ പറയുന്നുണ്ട്. ആരാണ് പള്ളി പരിപാലിക്കേണ്ടത്? പള്ളി ഭരണമല്ല, ചിലയിടങ്ങളിൽ പള്ളി ഭരണം എന്ന് വിളിച്ചിട്ടുണ്ട്, ഭരണസമിതി. അത് തെറ്റാണ്. അല്ലാഹുവിന് മാത്രമേ പള്ളി ഭരിക്കാനുള്ള അധികാരമുള്ളൂ. നമ്മൾ പരിപാലകരാണ്. പരിപാലകർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ടവരെ, വെറും കണക്കെഴുത്ത് മാത്രമല്ല, ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കൽ മാത്രമല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നോക്കൽ മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, ഈ ജമാഅത്തിന്റെ ഉള്ളിൽ കഴിയുന്ന, ഈ പരിസരത്ത് കഴിയുന്ന രോഗികൾ, നിരാലംബരായി കഴിയുന്ന, അഗതികളായി കഴിയുന്ന അനാഥകളെ, വിധവകളെ സംരക്ഷിക്കലും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കലും അതൊരു മഹലിന്റെ ഉത്തരവാദിത്വമാണ്. വെറുതെ പള്ളി പരിപാലിക്കൽ മാത്രമല്ല. പള്ളി പരിപാലനം എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏതൊരു ചെറിയ കാര്യം പള്ളി പരിപാലനമാണ്. എന്തിനേറെ, പള്ളിയെ ഒരു ബൾബ് മാറ്റിയിടൽ പള്ളി പരിപാലനമാണ്. ക്ലോക്കിലെ ബാറ്ററി തീർന്നു പോയി, അത് വാങ്ങിച്ചിടൽ പള്ളി പരിപാലനമാണ്. ബാത്റൂമിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, ഒരു കപ്പ് പൊട്ടിക്കിടക്കുന്നു, അത് പള്ളിയുടെ ഉത്തരവാദിത്തമാണ്, അത് മാറ്റിക്കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പള്ളിയുടെ ഉത്തരവാദിത്തമാണ്. അതിന്റെ പരിപാലകരാകുന്ന ആരും പ്രിയപ്പെട്ടവരെ അത് ഏറ്റെടുക്കണം. അങ്ങനെയുള്ളവർ മാത്രമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പള്ളിയിലേക്ക് വരേണ്ടത്, അധികാരികളായിട്ട് വരേണ്ടത്, പരിപാലകരായിട്ട് വരേണ്ടത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ എല്ലാവരും ഒന്ന് വിചിന്തനം നടത്തണം. സൂറത്തുൽ ബഖറ, ആരാണ് പള്ളി പരിപാലിക്കേണ്ടവർ? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. അവിടെ അല്ലാഹു പ്രയോഗിച്ച പദം തന്നെ അല്ലാഹുവിന്റെ പള്ളിയെ പരിപാലിക്കേണ്ടവർ ആര്? യഅ്മുറു, പരിപാലിക്കേണ്ടവർ ആര്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നവരാണ്. ഈ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും ഉണ്ട്. വഅഖാമ الصلاة, നിസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. മൂന്നാമത്തെ ക്വാളിഫിക്കേഷനാണ്. നാലാമത്തേത് വആത സക്കാത്ത്, സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. ഈ 4 ക്വാളിഫിക്കേഷൻ എന്തായാലും ഏകദേശം 95% പേർക്ക് ഉണ്ടാവും, 5% പേർക്ക് ഉണ്ടാവും, ഇല്ലാതെ ഉള്ളൂ. അഞ്ചാമത് പറയുന്ന ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. വലം യർശഇല്ലല്ലാഹ്. ഒരു പള്ളി പരിപാലകന് വേണ്ടുന്ന അഞ്ചാമത്തെ ക്വാളിറ്റി വലം യർശഇല്ലല്ലാഹ്. അല്ലാഹനെ അല്ലാതെ ഒരു മടപ്പിനെയും കഴിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്നവരായിരിക്കണം. ഒരു ഉത്തരവാദിത്വം, പള്ളിയുടെ ഒരു നയാ പൈസ പോലും അവന്റെ പോക്കറ്റിൽ വരാൻ പാടില്ല. അല്ലാഹനെ ഭയപ്പെട്ട് ആ പൈസ കൈവന്നുകൊണ്ടാൽ പോലും അവൻ പേടിക്കണം. പ്രിയപ്പെട്ടവരെ, ചെറിയ ഉത്തരവാദിത്വമല്ല. നബിതങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് നബിയെ എന്നെ ഒരു വാർഡ് മെമ്പറാക്കണം. ഉദാഹരണം പറയാം, ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, നബി എന്നെ ഇന്ന നാട്ടിലെ ഒരു ഗവർണറാക്കണം, ഒരു വാർഡ് മെമ്പറാക്കണമെന്ന് നബിതങ്ങളോട് ചോദിച്ചപ്പോ ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തോളിൽ കൈവച്ചിട്ട് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നീ അല്ലേ ബലഹീനനാണ്, നിനക്കൊണ്ട് അതിനുള്ള കഴിച്ചില്ല. ഉത്തരവാദിത്വമാണ്, ചെറിയ കാര്യമല്ല. ഭയന്നുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഓരോ ചുവടുകളും പേടിച്ചുകൊണ്ട് ചെയ്യേണ്ടത് തന്നെയാണ്. അല്ലാഹു തആല നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പള്ളിയിലെ ഓരോ കാര്യങ്ങളും ചലനങ്ങൾ അറിഞ്ഞിരിക്കണം. പള്ളിയുമായി എപ്പോഴും ഒരു ബന്ധമുണ്ടാകണം.
ഇമാമിങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടാകണം. ഇവിടെയുള്ള മുഅല്ലിമുകളുമായിട്ടുള്ള ബന്ധമുണ്ടാകണം. വെറുതെ ഇമാമിങ്ങളെ അല്ലെങ്കിൽ അവരെ പാഠം പഠിപ്പിക്കാനോ അവരെ ചോദ്യം ചെയ്യാനോ ഉള്ളതല്ല ഒരു കമ്മിറ്റി എന്ന് പറയുന്നത്. മറിച്ച് ഇനി വരുന്ന ഏതൊരു കമ്മിറ്റിയാണെങ്കിലും, അത് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തി മഹല്ലിന് എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, മഹല്ലിന് എന്ത് പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആശയവിനിമയങ്ങൾ നടത്തി പരസ്പരം സംഭാഷണങ്ങൾ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഒരു തീരുമാനത്തിലെത്തണം.